friends, welcome to my channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഫേസ് എങ്ങനെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാം അതിനു വേണ്ടിയിട്ട് നല്ലൊരു ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടെ ആയിരുന്നു. ഇത് എന്നോട് ചെയ്യാൻ പറഞ്ഞത് ശ്രുതിയാണ്. അപ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഹോം റെമഡി വേണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഡിസ്കളറേഷനൊക്കെ മാറ്റാനും ടാൻ മൂലം ഉണ്ടാകുന്ന നമ്മുടെ മുഖത്തെ കരുവാളിപ്പൊക്കെ മാറാനും ഒരുപാട് നല്ലൊരു ഫേസ് പാക്കാണ്. ഇത് ഡെയിലി ചെയ്യണം കേട്ടോ, എന്നാലേ നമുക്കിതിൻ്റെ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. എന്തായാലും ഒരു രണ്ടാഴ്ചക്കകം നിങ്ങൾക്ക് നല്ല അമേസിങ് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഒരുപാട് സംസാരിച്ച് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പയറുപൊടിയാണ്. പയറുപൊടി അതുപോലെ തന്നെ ഓട്സിൻ്റെ പൊടി. നമ്മൾ ഇത് രണ്ടും ഓരോ ദിവസം ഇങ്ങനെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിയാണ് യൂസ് ചെയ്യുന്നത്, മാറിയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളൊരു ദിവസം പയറുപൊടിയാണ് എടുക്കുന്നതെങ്കിൽ അടുത്ത ദിവസം ഓട്സിൻ്റെ പൊടി എടുക്കണം. അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം നമ്മൾ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ബാക്കി കോമൺ ആയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ കസ്തൂരി മഞ്ഞൾ നമ്മളുടെ സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ നല്ല തിളക്കം കിട്ടാനും അതുപോലെ തന്നെ പാടുകൾ മാറ്റാനും മുഖക്കുരു ഉണ്ടാവാതെ തടയാനും ഒക്കെ സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കസ്തൂരി മഞ്ഞൾ. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ഈ ഫേസ് പാക്കിൽ ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ പറയുന്ന ഈ ഫേസ് പാക്കിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നും തന്നെ ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ, എല്ലാം തന്നെ നമുക്ക് വേണം. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നീം പൗഡറാണ്. കണ്ടോ, ഇത് നിങ്ങൾക്കിപ്പോൾ കടയിൽ നിന്ന് മേടിക്കാം, അതല്ലെങ്കിൽ ഫ്രഷ് ലീഫ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അത് ഉണക്കി പൊടിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നീം പൗഡർ ഒരുപാട് നല്ലതാണ്. എന്നത് തേനാണ്. അപ്പോൾ തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ തേൻ. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. തൈര് നല്ലൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡിസ്കളറേഷൻ മാറ്റാനും സ്കിന്നിലുണ്ടാകുന്ന കരുവാളിപ്പൊക്കെ മാറ്റാനും എന്തെങ്കിലും പൊരിച്ചിൽ പോലെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും ഈ തൈര് വളരെ നല്ലതാണ്. മാത്രമല്ല ഒരു നല്ലൊരു സ്കിൻ ലൈറ്റിംഗ് ഏജൻറ്റ് കൂടെയാണിത്. ഇപ്പോൾ ഫസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പയറുപൊടി. ഇപ്പം ഞാൻ ഇന്ന് പയറുപൊടിയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ദിവസം ഞാൻ ഈ പയറുപൊടിക്ക് പകരം ഓട്സിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും സെയിം തന്നെയാണ്. അപ്പോൾ പയറുപൊടി, അതിനുശേഷം ഒരു 1/2 സ്പൂൺ നീം പൗഡർ, ദെൻ 1/2 സ്പൂൺ കസ്തൂരി മഞ്ഞൾ. നിങ്ങൾക്ക് ഈ കസ്തൂരി മഞ്ഞളിൻ്റെ അളവ് ഇത്രയും വേണ്ടെങ്കിൽ ഇതിൽ കുറച്ച് യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ ഒരു 1/2 സ്പൂൺ എടുക്കാറുണ്ട്. അടുത്തത് തേനാണ്. തേനും ഒരു 1/2 സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ. ഓക്കെ, ലാസ്റ്റ് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള തൈര് ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് വാട്ടറി ആവരുത്, ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പം ഞാൻ കുറച്ചുകൂടെ തൈര് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്നുകൂടെ കൺസിസ്റ്റൻസി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. കണ്ടോ, അപ്പോൾ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്രയും അമേസിങ് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരികയാണെങ്കിൽ അതിന് ശേഷം മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ചേഞ്ച് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ഒരു നല്ലൊരു ഫേസ് പാക്കാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെന്താ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആകാൻ വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക്. അപ്പോൾ ഇത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ് വെച്ചിരിക്കുക.
അതിനുശേഷം കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഈ ഒരു പാക്ക് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അഗെയിൻ ഒരു 10 മിനിറ്റ്സ് കൂടെ വെക്കുക. അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെന്താ, ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ഒത്തിരി നല്ലതാണ്. ഇതൊക്കെ നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൽ നമുക്ക് ആവശ്യമുണ്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ. അത് കാരണം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെന്താ, അപ്പോൾ എൻ്റെ വീഡിയോസിനൊക്കെ ആദ്യം വന്ന് കമൻ്റ് ഇടുന്ന അശ്വതി കുട്ടിക്ക് ഒരു ബിഗ് ഹായ്. അതുപോലെ തന്നെ ഈ വീഡിയോ ചെയ്യാൻ പറഞ്ഞ ശ്രുതിക്കുട്ടിക്കും ഒരു ബിഗ് ഹായ് കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ശ്രുതിക്കുട്ടിയുടെ കമൻ്റ് ഒന്നും കണ്ടില്ല, എനിക്ക് വിഷമമായി കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ആദ്യം നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷമാണ് നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബ് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് സ്ക്രബ് ചെയ്യേണ്ട ഡേ അല്ല എനിക്ക്. അത് കാരണം ഞാൻ സാധാരണ എൻ്റെ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. കണ്ടോ? അപ്പൊ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ, പാക്കിട്ട് കഴിയുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഗ്ലോ നമ്മുടെ ഫേസിലുണ്ടാവും. കണ്ടോ? ചെറിയൊരു ഗ്ലോ പോലെ. അപ്പൊ നിങ്ങളിത് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറപ്പായിട്ടും ഒരു മോയ്സ്ചറൈസർ നമ്മൾ ആ ഫേസിൽ അപ്ലൈ ചെയ്തിരിക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ആലോവേര ജെല്ലാണ്. കണ്ടോ? അപ്പൊ ഇതെന്റെ ലീഫാണ്. ഞാൻ എന്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അലോവേരയുടെ ഫ്രഷ് ലീഫ് എടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇതുപോലെ ആക്കിയിട്ട് വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2 ആഴ്ച വരെയും ഇത് ഒരു കേടും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ അറ്റത്തുനിന്ന് കുറേശ്ശെ കട്ട് ചെയ്തെടുത്തിട്ട് യൂസ് ചെയ്യാം. അലോവേരയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. ഇത്ര നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അപ്പോൾ ഫേസ് പാക്കിന് ശേഷം ഞാൻ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസർ ആലോവേര ജെല്ലാണ്, ഫ്രഷ് ആലോവേര ജെൽ. അപ്പോൾ ഇതാണ് ഫേസ് പാക്ക്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. പെട്ടെന്നൊരു റിസൾട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. എന്തായാലും നമ്മളിതിപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇതിന്റെ നല്ല പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഡെയിലി ചെയ്യണം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെന്താ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൊടുത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.